നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ആണ്ട് മാർച്ച് മാസം 15 തീയതി 1200 ആണ്ട് മീനമാസം 1 തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം ഉദയനക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ അത്ത നക്ഷത്രം തുടങ്ങും. എന്തായാലും ശുഭനക്ഷത്രം തന്നെയാണ്. നക്ഷത്രം അനുകൂലപ്രദമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ ഏറ്റവും നെഗറ്റീവ് എനർജി ഉള്ള സമയമാണ് ശനിയുടെ പീരീഡ്. മന്ദൻ്റെ ദിവസമാണ്. മന്ദൻ എന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. എല്ലാ കാര്യങ്ങളും പതുക്കെ പോകത്തുള്ളൂ. അതാണ് ശനിയുടെ പ്രത്യേകത. അപ്പോൾ ശനിദേവനെ നമുക്ക് എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയും പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ശനിയെ ശ്രദ്ധിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇന്നത്തെ ദിവസം ശനിയുടെ കൺട്രോളിലുള്ള ദിവസമാണ്. ശനിയാണ്. ഇന്നത്തെ നക്ഷത്രം നല്ലതാണെങ്കിൽ പോലും ആ ദിവസം ശനിയാണ്. ശനിക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഈ ദിവസത്തിൽ നമ്മൾ ശനിയെ മനസ്സിലാക്കി ശനിയെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ഇപ്പോൾ നമുക്ക് തന്നെ ഇന്നത്തെ ഒരു വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യാണ്. വളരെ ദുർഘടമായ വഴിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു പോകും. അതുമാത്രമേ ഞാനും പറഞ്ഞുള്ളൂ. അല്ല രാവിലെ ഉറക്കമൊഴിച്ച് എണീറ്റ ഉടനെ തന്നെ ഇന്ന് ദിവസം കൊള്ളൂല, ഭയങ്കര പ്രശ്നമാണെന്ന് പറയണതല്ല. നമ്മളെ പേടിപ്പിക്കാൻ പറഞ്ഞതുമല്ല, ശ്രദ്ധിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഉത്തര നക്ഷത്രമായാലും അത്ത നക്ഷത്രം ആയാലും ഉത്തര നക്ഷത്രം ശരിക്ക് മീനമാസത്തിലെ ഉത്തര നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ദോഷപ്രദമായ ഒരു വർഷമാണ്. കാരണം മന്ദതയുണ്ടാവും, എല്ലാ കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവും, ശാരീരിക വൈഷമ്യം ഉണ്ടാവും, അതുപോലെ അസ്വസ്ഥതകൾ വർദ്ധിക്കും, ശത്രുക്കൾ കൂടും, ധനനഷ്ടം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ അതിജീവിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. ശനി വ്രതം നോക്കണം, സൂര്യഭഗവാനെ തൊഴണം, ശനി കവചം, ശനീശ്വര യന്ത്രം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു ശനി കവചം അണിഞ്ഞുകൊള്ളണം. അത് ദേഹത്തെ രക്ഷയായിട്ടോ അല്ലെങ്കിൽ ശരിക്ക് പേഴ്സിൽ വെച്ചോ നമ്മളെ കൂടെ ഉണ്ടാവണം. ഇത് ചെയ്ത് പോകുമ്പോൾ ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. ഒരു മരുന്ന് പോലെ, രോഗത്തിന് മരുന്ന് പോലെ. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ദിവസം കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞു. ശനിയുടെ പ്രഭാവലയത്തിൽ നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ രാഹുവിന് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന സമയമുണ്ട്. രാഹു എന്ന് പറയുമ്പോൾ യാത്രയെ മാത്രം ചുറ്റിക്കുന്നവനാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസം 9 മണി മുതൽ 10:30 മണി വരെ എന്ന് രാഹുകാലം വെച്ചിട്ടുണ്ടെങ്കിലും 9 മണിക്ക് രാഹുകാലം തുടങ്ങില്ല. 9:30 മണി കഴിഞ്ഞിട്ടേ രാഹുകാലം തുടങ്ങുള്ളൂ. 9:34 തൊട്ട് തുടങ്ങും. 11:04 വരെ രാഹുകാല സമയം. ഈ സമയം നമുക്ക് വരുന്നതിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് മുമ്പോ ശേഷമോ യാത്ര തുടങ്ങുക. അതുപോലെ നമുക്ക് ഒന്നിനും പാടില്ലാത്ത 2 സമയമാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഇന്ന് ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 6:35 തൊട്ട് 8:05 വരെയും. യമകണ്ഠകാല സമയം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് 2:03 തൊട്ട് 3:33 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. അഭിജിത്ത് മുഹൂർത്തം ഇന്നും 12:09 തൊട്ട് 12:57 വരെയാണ്. ഇതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് നേരം കൊള്ളൂല. മധ്യസമയം 4 മിനിറ്റ് കളയണം. 44 മിനിറ്റ് നേരം ഉണ്ട്. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. ഇന്നും നമുക്ക് പ്രപഞ്ചത്തിൽ ശനീശ്വരൻ്റെ ദോഷം അല്ലെങ്കിൽ നെഗറ്റീവ് ബാധിക്കാതെ ഇരിക്കാൻ വേണ്ടി നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. അതായത് കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ മങ്ങിയ കളറോ ശനിക്ക് ഈ ദിവസം ധരിക്കുക. അപ്പോൾ ശനിയുടെ നെഗറ്റീവ് എനർജി മാറി ശനിയിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളിലേക്ക് കയറും. നമുക്കുള്ള ദോഷഭാവങ്ങളും തടസ്സങ്ങളും കുറയും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ഒരു ദിവസമാകട്ടെ. ശനീശ്വരൻ്റെ ദോഷങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.